നമ്മളെ ഇപ്പൊ പല കംപ്ലൈന്റ്സ് വരാറുണ്ട്. സെപ്റ്റി ടാങ്കിന്റെ കംപ്ലൈന്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെന്ന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നോക്കുന്ന സമയത്ത് അതിന്റെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓവർ ടാങ്കിൽ വെള്ളക്കെട്ടിന്റെ പ്രശ്നമാണ് തന്നെ. അത് വെള്ളം വലിയുന്നില്ല. അപ്പൊ അത് നിങ്ങൾ ഈ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് പലപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് പണിയുടെ ഒക്കെ ഏറ്റവും അവസാനം വീടിന്റെ എല്ലാ പണി നമ്മൾ ലക്ഷങ്ങളോ കോടികളൊക്കെ മുടക്കി വീടൊക്കെ പണിത് കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും ഈ സെപ്റ്റി ടാങ്ക് സിസ്റ്റം വെക്കാൻ പോകുന്നത്. അന്നേരമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ഓവർ ടാങ്കിൽ ഈ വെള്ളക്കെട്ടിന്റെ ഒക്കെ പ്രശ്നങ്ങൾ ചിന്തിക്കുന്നത്. അപ്പൊ അന്നേരം ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ആദ്യം തന്നെ വീട് പണിയണതിന് മുമ്പ് തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് അവിടുത്തെ വാട്ടർ ടേബിൾ. ആ വാട്ടർ ടേബിൾ നോക്കിയിട്ട് നമ്മൾ കിണർ പണിയാൻ നോക്കുന്നുണ്ട്. പക്ഷെ കിണറിൽ നമുക്ക് പെട്ടെന്ന് വെള്ളം കിട്ടുന്ന പോലെ തന്നെ ആയിരിക്കും ഈ അവിടെയുള്ള മണ്ണിന്റെ വെള്ളം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഓവർഫ്ലോ ടാങ്ക് വയ്ക്കുമ്പോഴും ഇതേ പ്രശ്നം തന്നെ വരും നമുക്ക്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് തുടക്കത്തിൽ തന്നെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോയ്ലറ്റ് നിർമ്മിക്കുന്ന സമയത്ത് അതിന്റെ കൺസ്ട്രക്ഷൻ സമയത്ത് നമ്മൾ ടോയ്ലറ്റ് ഉയർത്തി വെക്കാനും അതുപോലെ തന്നെ അതനുസരിച്ചിട്ട് പ്ലംബിംഗ് ലൈൻ കൊണ്ടുപോകാനൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ പ്രശ്നം ഇങ്ങനെയുള്ളൊരു ഈ വെള്ളക്കെട്ടിന്റെ ഒരു പ്രശ്നത്തിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് പിന്നീട് വീട് പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇതിനകത്ത് ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതിന്റെ റീവർക്ക് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിനെ റെക്ടിഫിക്കേഷൻ ചെയ്യാനായിട്ടോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വീട് പണിയുടെ സ്റ്റാർട്ടിങ് തന്നെ നമ്മൾ സെപ്റ്റി ടാങ്കിനും ഒരു കൺസിഡറേഷൻ കൊടുക്കണം. ആ സെപ്റ്റി ടാങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ വെള്ളം വലിയാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളൊരു കാര്യം നമ്മൾ കൺസേൺ എഞ്ചിനീയറോടോ അല്ലെങ്കിൽ ഒരു STP കൺസൾട്ടന്റിനോടോ അല്ലെങ്കിൽ സെപ്റ്റി ടാങ്കിന്റെ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഇതിലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് നമ്മൾ അത് കൺഫേം ചെയ്യണം. അത് അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ഭാവിയിൽ നമുക്ക് തലവേദനകൾ എന്നും വന്നുകൊണ്ടിരിക്കും. ഒരു പ്രാവശ്യമല്ല പല പ്രാവശ്യം വന്നുകൊണ്ടിരിക്കും. തലവേദന എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ സമാധാനം പോവും. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ പൈസ ധാരാളം ക്യാഷ് മണി നമ്മുടെ കയ്യിൽ പോയിക്കൊണ്ടിരിക്കും.